11 വയസ്സുള്ളപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്തിരുന്നത്? സ്കൂളിൽ പോകുക, ഹോംവർക്ക് ചെയ്യുക, വൈകുന്നേരം കൂട്ടുകാരോടൊപ്പം കളിക്കുക, പരീക്ഷ വരുമ്പോൾ കുറച്ച് ടെൻഷൻ അടിക്കുക. മിക്കവാറും നമ്മുടെ എല്ലാം ബാല്യം അങ്ങനെയായിരുന്നു. പക്ഷെ അതേ പ്രായത്തിൽ ഒരു കുട്ടി ചെയ്തത് എന്താണെന്നറിയാമോ? ഒരു കമ്പനി തുടങ്ങി. അതും വെറും ഒരു ചെറിയ പരീക്ഷണമോ സ്കൂൾ പ്രൊജക്റ്റോ ആയിരുന്നില്ല. ഇന്ന് കോടിക്കണക്കിന് രൂപ മൂല്യമുള്ള ഒരു ബിസിനസ്സായി വളർന്ന ഒരു സ്റ്റാർട്ടപ്പ്. കേൾക്കുമ്പോൾ അതിശയോക്തി പോലെ തോന്നാം, പക്ഷെ അത് യഥാർത്ഥ കഥയാണ്. ചെന്നൈ സ്വദേശിയായ ആദിക് എന്ന ഒരു കൊച്ചു പയ്യന്റെ കഥ. ഈ മിടുക്കൻ ലോകത്തെ മാറ്റിമറിക്കുന്ന ഒരു വലിയ കണ്ടുപിടുത്തമൊന്നും നടത്തിയിട്ടില്ല. പലരും ദിവസവും കാണുന്ന പക്ഷെ ആരും അത്ര ശ്രദ്ധിക്കാത്ത ഒരു ചെറിയ പ്രശ്നം മാത്രം ശ്രദ്ധിച്ചു. ചിലപ്പോൾ വലിയ ബിസിനസ്സുകൾ ജനിക്കുന്നത് അങ്ങനെയാണ്, മറ്റുള്ളവർ കാണാത്തത് കാണുന്നതിലൂടെ. ഒരിക്കൽ ആദിക്കിന്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യമായിരുന്നു ബിസിനസ് കാർഡുകൾ. നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. ഒരു ബിസിനസ്സുകാരനെ കണ്ടാൽ അദ്ദേഹം ഒരു കാർഡ് കൈമാറും. അതിൽ പേര്, ഫോൺ നമ്പർ, ഇമെയിൽ, ഓഫീസ് അഡ്രസ് എന്നിങ്ങനെ എല്ലാ വിവരങ്ങളും കാണും. പക്ഷെ ഈ വിവരങ്ങളിൽ എന്തെങ്കിലും മാറിയാലോ വീണ്ടും പുതിയ കാർഡ് അടിക്കേണ്ടി വരും, വീണ്ടും പണം ചെലവാക്കണം. ഇവിടെ നിന്നാണ് ആദിക്കിന്റെ ബിസിനസ് പ്ലാൻ ആരംഭിക്കുന്നത്. ആദ്യം തോന്നിയ ആശയം ഈ പ്രതിസന്ധി പരിഹരിക്കാനാണ്. ഇത് ഡിജിറ്റൽ ആക്കിയാൽ പോരെ എന്നായിരുന്നു. ആ ഒരു ചോദ്യം പിന്നീട് ഒരു കമ്പനിയായി മാറി. അതാണ് സോസോ കണക്ട്. പേപ്പർ ബിസിനസ് കാർഡുകൾക്ക് പകരം ഡിജിറ്റൽ ബിസിനസ് കാർഡുകൾ നിർമ്മിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം. കേൾക്കുമ്പോൾ ലളിതമാണെന്ന് തോന്നാം, പക്ഷെ അതിന്റെ സാധ്യത വളരെ വലുതാണ്. കാരണം ഒരു ഡിജിറ്റൽ കാർഡിൽ വിവരങ്ങൾ എപ്പോൾ വേണമെങ്കിലും മാറ്റാം. അഡ്രസ്സ് മാറിയാൽ അപ്ഡേറ്റ് ചെയ്യാം, ഫോൺ നമ്പർ മാറിയാൽ അപ്ഡേറ്റ് ചെയ്യാം, പുതിയ സോഷ്യൽ മീഡിയ അക്കൗണ്ട് വന്നാൽ ചേർക്കാം, പുതിയ പോർട്ട്ഫോളിയോ ചേർക്കാം. ഒരിക്കൽ പ്രിന്റ് ചെയ്ത മാറ്റാനാകാത്ത പേപ്പർ കാർഡുകളെ അപേക്ഷിച്ച് ഇത് വളരെ സൗകര്യപ്രദവുമാണ്. പക്ഷെ ആദിക്കിന്റെ പരിശ്രമം അവിടെ അവസാനിച്ചില്ല. സോസോ വെറും ഡിജിറ്റൽ കാർഡുകൾ മാത്രം നൽകിയില്ല, ഒരു വ്യക്തിയുടെ മുഴുവൻ പ്രൊഫഷണൽ ഐഡന്റിറ്റി തന്നെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവന്നു. നെറ്റ്വർക്കിംഗ് എളുപ്പമാക്കി. ഇതിലൂടെ കോൺടാക്റ്റുകൾ കൈമാറുന്നത് എളുപ്പമാക്കി. QR കോഡുകൾ, NFC ടെക്നോളജി, ഡയറക്റ്റ് ലിങ്കുകൾ, ഇന്നത്തെ ഡിജിറ്റൽ ലോകത്തിന് ആവശ്യമായ പല കാര്യങ്ങളും ഒരിടത്ത് കൊണ്ടുവന്നു. അതോടെ സോസോയും ആദിക്കും വളർന്നു. ആളുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. അതോടെ ബിസിനസ്സുകാർ ഈ സേവനം ഉപയോഗിക്കാൻ തുടങ്ങി. അതാണ് ഒരു ചെറിയ ഐഡിയയെ വലിയ സംരംഭമാക്കിയത്. ഇവിടെ ഒന്ന് നമ്മൾ നിർത്തി ചിന്തിക്കണം. 11 വയസ്സുള്ള ഒരു കുട്ടിക്ക് എങ്ങനെ ഒരു ആശയം തോന്നി? ഉത്തരം വളരെ ലളിതമാണ്. പ്രായം ഒരു ആശയത്തിന്റെ പരിധി നിശ്ചയിക്കില്ല. പ്രശ്നം കാണാനുള്ള കഴിവാണ് എല്ലാം. കാരണം വലിയ സംരംഭകർ ചെയ്യുന്നതും അതുതന്നെയാണ്. അവർ പ്രശ്നങ്ങൾ കാണുന്നു, മറ്റുള്ളവർക്ക് സാധാരണമായി തോന്നുന്ന കാര്യങ്ങളിൽ അവർ അവസരങ്ങൾ കണ്ടെത്തുന്നു. ആദിക്ക് ചെയ്തത് അത് തന്നെ. ഒരു പേപ്പർ കാർഡിനെ നോക്കി അവൻ ഒരു കമ്പനിയെ കണ്ടു. ചെറിയ സൗകര്യത്തെ നോക്കി അവൻ ഒരു ബിസിനസ് അവസരം കണ്ടു. ഇന്ന് പല യുവാക്കളും സംരംഭം തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നു, പക്ഷെ അവർ കാത്തിരിക്കുന്നത് വലിയൊരു ഐഡിയക്കായാണ്, ലോകത്തെ മാറ്റുന്ന ഒരു ആശയത്തിന്. എന്നാൽ ഈ കഥ പറയുന്നത് മറ്റൊന്നാണ്. വലിയ ഐഡിയകൾ എപ്പോഴും വലിയ പ്രശ്നങ്ങളിൽ നിന്നല്ല ജനിക്കുന്നത്. ചിലപ്പോൾ നമ്മുടെ പോക്കറ്റിലുള്ള ഒരു ബിസിനസ് കാർഡിൽ നിന്നാകാം, നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന ഒരു സാധനത്തിൽ നിന്നാകാം, നമ്മൾ അവഗണിക്കുന്ന ഒരു ചെറിയ സൗകര്യത്തിൽ നിന്നാകാം. അതുകൊണ്ടാണ് ഈ കഥ ഒരു സ്റ്റാർട്ടപ്പിന്റെ കഥ മാത്രമല്ല എന്ന് പറയുന്നത്. ഇതൊരു കാഴ്ചപ്പാടിന്റെ കഥയാണ്. മറ്റുള്ളവർക്ക് പ്രശ്നം കാണുന്നിടത്ത് അവസരം കാണാനുള്ള കാഴ്ചപ്പാട്, മറ്റുള്ളവർ സാധാരണമെന്ന് കരുതുന്ന കാര്യങ്ങളിൽ മാറ്റം കണ്ടെത്താനുള്ള കാഴ്ചപ്പാട്. ഇന്ന് സോസോ കോടികളുടെ മൂല്യമുള്ള കമ്പനിയായി വളർന്നിട്ടുണ്ടാകാം, പക്ഷെ അതിന്റെ തുടക്കം ഒരു ലളിതമായ ചോദ്യത്തിൽ നിന്നായിരുന്നു. ഇത് കുറച്ചുകൂടി നല്ല രീതിയിൽ ചെയ്യാൻ പറ്റില്ലേ എന്ന ചോദ്യത്തിൽ നിന്ന്. ചരിത്രത്തിലെ പല വലിയ സംരംഭങ്ങളുടെയും തുടക്കം അങ്ങനെയായിരുന്നു. ഒരു ചെറിയ ചോദ്യം, ഒരു ചെറിയ ആശയം, ഒരു ചെറിയ ശ്രമം. പിന്നീട് അത് വലിയ മാറ്റമായി മാറി. അതുകൊണ്ട് ഇവിടെ ഓർക്കേണ്ടത് ആദിക് 11 വയസ്സിൽ കമ്പനി തുടങ്ങി എന്ന കാര്യം മാത്രമല്ല, അവൻ കണ്ട അവസരമാണ്. കാരണം വിജയിച്ച സംരംഭകർ പലപ്പോഴും പുതിയ ലോകങ്ങൾ സൃഷ്ടിക്കുന്നവരല്ല, മറ്റുള്ളവർ കാണാതെ പോകുന്ന സാധ്യതകളെ ആദ്യം കാണുന്നവരാണ്. ഒരുപക്ഷെ അടുത്ത വലിയ ഐഡിയയും നിങ്ങളുടെ ചുറ്റുമുണ്ടാകും. നിങ്ങൾ ദിവസവും കാണുന്ന ഒരു സാധാരണ പ്രശ്നത്തിന്റെ രൂപത്തിൽ.